ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടനീളം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. എന്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രത്യേകത? ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ സിനിമാ മേഖലയെ പറ്റി കേട്ടിട്ടുള്ള ഊഹാപോഹങ്ങളും കിംവദന്തികളും കഴമ്പുണ്ടെന്ന് സംശയാതീതമായി വിളിച്ചോതുന്നതാണ് ഈ റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഴുനീളം കാണാവുന്ന പദങ്ങളാണ് സെക്ഷൽ ഹാരസ്മെൻറ്റ്, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, അടിമുടി സ്ത്രീവിരുദ്ധ നിലപാടുകൾ. ഒരു സാധാരണക്കാരന് സിനിമാ മേഖലയെ പറ്റിയുള്ള ഇമേജ് ഇതാണ്. ഇങ്ങനെ ആയതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പഴയ ആൾക്കാർ പറയും തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന്. അത് സിനിമാ മേഖലയുടെ കാര്യത്തിൽ 100% സത്യമാണ്. ഈ റിപ്പോർട്ട് മൊത്തം 235 പേജ് ഉണ്ട്. അതിൽ തന്നെ ചില പേജുകൾ ലഭ്യമല്ല. ഇത് കണ്ടോ, 29ാമത്തെ പേജ് കഴിഞ്ഞാൽ നേരെ 31ാമത്തെ പേജിലാണ് പോകുന്നത്. അപ്പോൾ മറയ്ക്കാൻ ഒരുപാടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ PDF-ൽ പോലും പല പേജുകൾ കാണാനില്ല. അതിനർത്ഥം ഇതിലും വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ്. ഞാൻ ഈ റിപ്പോർട്ട് മൊത്തം വായിച്ചതാണ്. ഞാൻ വിശകലനം ചെയ്യുന്ന പോയിന്റ് സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും പ്രാധാന്യമർഹിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അടുത്ത ഭാഗത്തിൽ കമ്മിറ്റിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ പറ്റിയാണ് വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഐ ആം ബിപിൻ ആൻഡ് ഇറ്റ് മേക്സ് സെൻസ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കാവ്യാത്മകമായാണ് റിപ്പോർട്ട് തുടങ്ങുന്നത്. The sky is full of mysteries, with the twinkling stars and beautiful moon. But scientific investigation revealed that stars do not twinkle, nor does the moon look beautiful. The study therefore cautions, do not trust what you see. Even salt looks like sugar. ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. മിന്നിമിന്നുന്ന നക്ഷത്രങ്ങളും സൗന്ദര്യവാനായ ചന്ദ്രനുമുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നതെന്തെന്നാൽ നക്ഷത്രങ്ങൾക്ക് തിളക്കവുമില്ല, ചന്ദ്രന് അഴകുമില്ല. അതുകൊണ്ട് തന്നെ പഠനം മുന്നറിയിപ്പ് നൽകുന്നു, കാണുന്നതെല്ലാം വിശ്വസിക്കരുത്, കാരണം ഉപ്പ് പഞ്ചസാരയെ പോലെയാണ് കാണാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത്. ഈ പറഞ്ഞ വരികളിൽ എല്ലാം പറയാതെ പറയുന്നുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുപോലെയാണ്. എല്ലാം പറയാതെ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 3 ഘട്ടത്തിലായാണ് വിവരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ കമ്മിറ്റിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ പറ്റിയാണ് വിവരിക്കുന്നത്. പിന്നെ സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന സെക്ഷൽ ഹാരസ്മെൻറ്റ്, ലൈംഗിക അതിക്രമങ്ങൾ പോലെയുള്ള സ്ത്രീവിരുദ്ധ നിലപാടുകളെയാണ് വിവരിക്കുന്നത്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂട്ടുകയും പിന്നെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കേരള ഹൈക്കോർട്ടിലെ മുൻ ജഡ്ജായിരുന്നു. പ്രഗത്ഭയും സത്യസന്ധയുമായ ജസ്റ്റിസ് ഹേമയെ നിയോഗിച്ചതിൽ പിണറായി വിജയൻ സർക്കാർ അനുമോദനം അർഹിക്കുന്നു. വളരെയധികം ഞെട്ടിക്കുന്നതും അതിലുപരി ഒരുപാട് ദുഃഖം തോന്നുന്നതുമായ ചില വെളിപ്പെടുത്തലുകളുണ്ട് ഈ റിപ്പോർട്ടിൽ. അതിലൊന്നാണ് അമ്മമാരെ പറ്റിയുള്ള പരാമർശം. സിനിമാ മേഖലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ്, ഈ 2 പദങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ചില സ്ത്രീകളുടെ അമ്മമാർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് ഒരു തെറ്റായി തോന്നുന്നില്ല. പ്രശസ്തരായ നടിമാരെ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകളെ വരെ ചൂഷണം ചെയ്യുന്നത് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഈ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ സിനിമയിലെ പ്രമുഖർ സോഷ്യൽ മീഡിയയും ഫാൻസും ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട്. ഈ ലൈംഗിക ചേഷ്ടകൾക്ക് കൂട്ടുനിൽക്കാത്തവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ പോലും വേർതിരിവുണ്ടാകുന്നു. ചിലർ ഓഡിയോ ക്ലിപ്സും വീഡിയോ ക്ലിപ്സും വാട്സാപ്പ് മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സും ഷെയർ ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം മനസ്സിലായത് സിനിമാ മേഖലയിൽ പ്രവേശിക്കണമെങ്കിൽ സെക്സ് ഒരു സുപ്രധാന ഘടകമാണ്. വേഷം മാറാൻ ഒരിടമോ വാഷ്റൂം ആക്സസോ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന പല സ്ത്രീകൾക്കും ലഭ്യമല്ല. അതിനാൽ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങൾ സർവ്വസാധാരണമാണ്. പീരിയഡ്സ് ഉള്ള ടൈമിൽ വളരെ കഷ്ടപ്പാടാണ്. നാപ്കിൻസ് മാറ്റാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ല. പലപ്പോഴും വെള്ളം കുടിക്കാറില്ല, കാരണം ലൊക്കേഷനിൽ വാഷ്റൂം സൗകര്യം ഉണ്ടാവില്ല. കാരവാൻ നായകനും നായികയ്ക്കും മാത്രമാണ് ലഭിക്കുക. അവർ അത് സഹനടികൾക്കും സഹനടന്മാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമായി ഷെയർ ചെയ്യാറില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഏതെങ്കിലും നിലയ്ക്കുള്ള ആക്സിഡൻറ്റുകൾ സംഭവിച്ചാൽ അതിൻ്റെ ചിലവെല്ലാം അവർ തന്നെ വഹിക്കേണ്ടി വരും. ഇങ്ങനെ പോകുന്നു വെളിപ്പെടുത്തലുകൾ. ഒരു കാര്യം മനസ്സിലായി, സിനിമയിലുള്ള സൂപ്പർ ഹീറോസ് ആരും റിയൽ ലൈഫിൽ ഹീറോസ് പോലുമല്ല. കാരണം ഇവർ വാങ്ങുന്ന സൂപ്പർ കാർസിൻ്റെ പകുതി വില പോലും ആവില്ല ഇവർക്കുള്ള ബേസിക് നെസസിറ്റീസ് നേടിക്കൊടുക്കാനായി. പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും നിരൂപകരും പറയുന്നത് കേട്ടു,
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്താണ് ഇത്ര പ്രത്യേകത? ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്. എപ്പോഴെല്ലാം സിനിമാ മേഖലയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്, അപ്പോഴെല്ലാം സിനിമാ പ്രവർത്തകർ അതൊരു ഊഹാപോഹം, റൂമറാന്ന് പറഞ്ഞ് അവഗണിച്ചിട്ടുണ്ട്. ഇനി അത് പറ്റില്ല. കാരണം ഈ റിപ്പോർട്ട് ഒരു ഡോക്യുമെൻറ്റഡ് എവിഡൻസ് ആണ്. ഇനി ഈ റിപ്പോർട്ടിലെ തെളിവുകളെല്ലാം കോടതി സമക്ഷം സമർപ്പിച്ചാൽ അത് മെറ്റീരിയൽ എവിഡൻസായി മാറും. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പെടും. കേസിൻ്റെ രീതിയിൽ പോകും. പക്ഷേ അങ്ങനെ നടക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. പിന്നെ പറയുന്നത് കേട്ടു, ഇതിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്ന്. ചിന്തിച്ചു നോക്ക്. ഇത് ആദ്യമേ തന്നെ പേര് പരാമർശിക്കും, പേര് നിങ്ങളുടെ ഈ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ വരുന്ന കേട്ടിരുന്നെങ്കിൽ എത്ര പേര് മുന്നോട്ട് വരുമായിരുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിനിമാ മേഖലയിലുള്ള ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും അവരുടെ അനുഭവം കമ്മിറ്റിയുമായി പങ്കുവയ്ക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, കമ്മിറ്റി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ട് പോലും ഒരാൾ പോലും വന്നില്ല എന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം തന്നെ പറയുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട്, വി ഡിസൈഡഡ് ടു പ്രൊസീഡ് വിത്ത് ദ സ്റ്റഡി ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് എവിഡൻസ് ഫ്രം ദ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ സിനിമ ആൻഡ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് എനി ഹിയർസേ. അപ്പോൾ ഇനി സിനിമാ മേഖലയിലത്തെ ആൾക്കാർക്ക് അതും പറഞ്ഞിങ്ങനെ ഒഴിവാവാൻ പറ്റില്ല. കാരണം ഇതെല്ലാ ഫീൽഡിലും നടക്കണതല്ലേ. പിന്നെ ഇതെല്ലാം വെറും കിംവദന്തികളാണ്, റൂമേഴ്സാണ്, ആരുടെയൊക്കെയോ ഒരു ക്രിയേറ്റീവ് ഐഡിയയിൽ തോന്നിയ ഒരു റിപ്പോർട്ടാണ്. പക്ഷേ അവരവരെ രീതികളെ പറ്റിയും എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ മനസ്സിലാക്കണം, ജസ്റ്റിസ് ഹേമ കേരള ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജായിരുന്നു. അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് കറക്റ്റായിട്ട് എവിഡൻസ് എടുക്കേണ്ടതെന്നും അതിൻ്റെ രീതികളൊക്കെ. ഇനിയും ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ്. ബി ഇൻഫോംഡ്. പിന്നെ കൂടുതൽ സീരിയസ് ഇഷ്യൂസിനെ പറ്റിയുള്ള അനാലിസിസ് കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.